ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. നമുക്കറിയാം PSC പരീക്ഷകളിൽ എപ്പോഴും സ്ഥിര സാന്നിധ്യമാകുന്ന ഒരു ടോപ്പിക്കാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലേ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ക്ലാസ്സിലെ ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ റാങ്ക് ഫയൽ എടുത്ത് പഠിക്കുമ്പം ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് മിൽ സത്യാഗ്രഹവും ഇതെല്ലാം നമ്മൾ നോർമലി പഠിക്കുമല്ലോ. അതിൽ നിന്നല്ലാതെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളിനിയും ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCRT ഫാക്ട്സുകൾ നമ്മൾ അതേ രീതിയിൽ തന്നെ പഠിച്ചു പോകാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആദ്യമായിട്ട് നമ്മൾ ഗാന്ധിജി പ്രവാസ ജീവിതം മതിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം 2 ദശകത്തിലധികമുള്ള ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം മതിയാക്കി 1915 ജനുവരി 9 ഗാന്ധിജി എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഈ ദിവസമാണ് നമ്മൾ എന്തെന്ന് ആചരിക്കുന്നത്? അതായത് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. എന്താണ്? ജനുവരി 9 തീയതിയാണ്. അപ്പം 1915 ജനുവരി 9 എന്ത് ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പം ഈ വരവിൽ ഗാന്ധിജിക്ക് ഇന്ത്യൻ ജനത സ്വീകരണം നൽകിയ സ്ഥലം ഏതാണ് എന്നാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അതാണ് ജഹാംഗീർപേട്ട് ഹൗസ്, ബോംബെ. ജഹാംഗീർപേട്ട് ഹൗസ്, ബോംബെ വെച്ചിട്ടാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഗാന്ധിജിക്ക് ഇന്ത്യൻ ജനത സ്വീകരണം നൽകിയത്. ഇനി നോക്കിക്കേ, തൻ്റെ കൂടെയുള്ള ആശ്രമവാസികളെ താമസിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് ഗാന്ധിജി ഒരു ആശ്രമം ആരംഭിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലെ കൊച്ചുറാബിലാണ്. ആദ്യമായിട്ട് കൊച്ചുറാബിലാണ് ആശ്രമം ആരംഭിക്കുന്നത്. പിന്നീടാണ് കുറച്ചും കൂടി സൗകര്യപൂർവ്വമായിട്ട് എവിടെ? സബർമതിയിൽ ഒരാശ്രമം സ്ഥാപിക്കുന്നത്. അതിനു ശേഷം എന്ത് ചെയ്തു? ഇതിന് പുറമെ വാർധയിലും അദ്ദേഹം ഒരാശ്രമത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ നോക്കി, 1915 ജനുവരി 9 ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലെത്തിയത്. അത് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ത്യൻ ജനത സ്വീകരണം നൽകിയ സ്ഥലമാണേത്? ജഹാംഗീർപേട്ട് ഹൗസ്, ബോംബെ. ഇനി അദ്ദേഹം തൻ്റെ ആശ്രമവാസികളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി ഒരു ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? അഹമ്മദാബാദിലെ കൊച്ചുറാബിലാണ്. പിന്നീട് സബർമതിയിലേക്കും അത് കഴിഞ്ഞ് എവിടേക്കും? വാർധയിലും അദ്ദേഹം എന്ത് ചെയ്തു? ഒരാശ്രമം സ്ഥാപിച്ചു. അപ്പം നമുക്ക് ആശ്രമം എന്ന് പറയുമ്പോൾ എപ്പോഴും സബർമതി ആയിരിക്കും ആദ്യം ഓർമ്മ വരിക. പക്ഷേ അതിന് മുന്നെയാണ് കൊച്ചുറാബിൽ ഒരാശ്രമം സ്ഥാപിക്കുന്നത്. ഇന്ന് നോക്കി, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കോട്ടാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതായതുകൊണ്ട് വേറൊരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ എടുത്തതാണ്. നോക്കി, സ്നേഹത്തിൽ അധിഷ്ഠിതമായ നീതി കീഴടങ്ങലും നിയമത്തിൽ അധിഷ്ഠിതമായ നീതി ശിക്ഷയുമാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ നീതി കീഴടങ്ങലും നിയമത്തിൽ അധിഷ്ഠിതമായ നീതി ശിക്ഷയുമാണെന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ ഈ കോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആഡ് ചെയ്താൽ. ഇനി നോക്കിക്കേ, ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങളിൽ പ്രധാനമായവ എന്തൊക്കെയാണെന്നാണ് കൊടുക്കുന്നത്. അപ്പം അതായത് ഗാന്ധിജി ഇവിടുന്ന് പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നില്ല തിരിച്ച് ഇന്ത്യയിൽ എത്തിയ സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. നോക്കിയേ, രാഷ്ട്രീയ ഐക്യം ഒരു ഘടകമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം, മത സാമൂഹിക പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ ആധുനിക വാർത്താവിനിമയ ഗതാഗത വികസനം, പത്രങ്ങളുടെ പങ്ക്, എഴുത്തുകാരുടെ പങ്ക്. ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക, ഇതിൽ ഉൾപ്പെടാത്ത ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പത്രങ്ങളുടെ പങ്ക്, എഴുത്തുകാരുടെ പങ്ക്. നോക്കി, വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, മധ്യവർഗത്തിൻ്റെ ഉദയം, അതേപോലെ തന്നെ ചരിത്ര ഗവേഷണത്തിൻ്റെ സ്വാധീനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം. ഇത്രയുമാണെന്ത്? ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ്. രാഷ്ട്രീയ ഐക്യം, പാശ്ചാത്യ വിദ്യാഭ്യാസം, മത സാമൂഹിക പ്രസ്ഥാനങ്ങൾ, ആധുനിക വാർത്താവിനിമയ ഗതാഗത വികസനം, പത്രങ്ങളുടെ പങ്ക്, എഴുത്തുകാരുടെ പങ്ക്, അതേപോലെ തന്നെ വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, മധ്യവർഗത്തിൻ്റെ ഉദയം, ചരിത്ര ഗവേഷണത്തിൻ്റെ സ്വാധീനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. അപ്പം ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങളാണ് നമ്മൾ ഈ വായിച്ച ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ. ഇനി നോക്കിയേ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടം എന്തായിരുന്നു? നമുക്കറിയാം, ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ചിന്തിച്ച് നോക്കുമ്പം അല്ലെ അത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? മിതവാദ രാഷ്ട്രീയമായിരുന്നു ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അല്ലേ. മിതവാദ ഘട്ടമാണ്. അപ്പോൾ ആ മിതവാദ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്.
ഒന്ന് ദാദാഭായ് നവറോജി, 2 PM മേത്ത, ദിൻഷ വാച്ച, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി ഉണ്ട്, മേത്തയുണ്ട്, ദിൻഷായ് വാച്ചയുണ്ട്, WC ബാനർജി ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്ത് പ്രധാനപ്പെട്ട മിതവാദ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കളെന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദേശിക വിദ്യാഭ്യാസം നേടിയ ഈ നേതാക്കൾ പാശ്ചാത്യ ആശയങ്ങളിൽ പ്രചോദിതരായിരുന്നു. അതായത് വെസ്റ്റേൺ കൾച്ചറിനോട് അനുഭാവമുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറഞ്ഞ നേതാക്കൾ. അതായത് വൈദേശിക വിദ്യാഭ്യാസം നേടിയ നേതാക്കളായിരുന്നു. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചറിനോട് കുറച്ച് അനുഭാവം ഉണ്ടായിരുന്നു. ഇനി നോക്കി, അവരുടെ കാഴ്ചപ്പാടിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് ഗുണകരമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന അഡ്വാൻസ്മെൻ്റ് ഒക്കെ എന്താണ്? ഇന്ത്യക്ക് ഗുണകരമാകും, ബ്രിട്ടീഷുകാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് ഗുണകരമാകുമെന്ന് ചിന്തിച്ച ആൾക്കാരാണ് നമ്മുടെ ഈ മിതവാദ നേതാക്കളെന്ന് പറയുന്നത്. നോക്കി, ബ്രിട്ടനെ പോലെ ഒരു ആധുനിക രാജ്യമാകാൻ ഇന്ത്യക്ക് സാധിക്കും എന്നതാണ് ഈ ഒരു കാര്യത്തിലൂടെ അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ടെക്നോളജിയൊക്കെ കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടനെ പോലെ തന്നെ ഇന്ത്യയും ഒരു ആധുനിക രാജ്യമാകും എന്നായിരുന്നു അവരുടെ ഒരു പക്ഷം. നോക്കി, അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ അല്ലെ ജനകീയ സമരത്തിന് അവർ എതിരുമായിരുന്നു. അപ്പം വിദേശ വിദ്യാഭ്യാസം നേടിയ ആൾക്കാരായതുകൊണ്ട് ആ ഒരു കൾച്ചറിനോടുള്ളൊരു അനുഭവവും ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ ഭരണം ഇന്ത്യയെ ഒരു ആധുനിക രാജ്യമാക്കുമെന്നുള്ള ചിന്താഗതിയും അതേപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ എതിർപ്പ് കാണിക്കുന്നതിനെ അവരെ എന്ത് ചെയ്തിരുന്നു? അത് എതിർക്കുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ അവർക്കെതിരെ ഉള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇവരെന്തായിരുന്നു? എതിരായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് പോലെ വായിച്ച് ഓർത്തിരുന്നാൽ മതി. ഇത് നോക്കിയേ, ആദ്യകാല കോൺഗ്രസ് നേതാക്കളിൽ പലരും സജീവ രാഷ്ട്രീയക്കാരല്ലാത്ത ആൾക്കാരായിരുന്നു. സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിന്നും വന്ന മിതവാദികളായ ഇത്തരം നേതാക്കൾക്ക് ജനകീയ പിന്തുണ കുറവായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ ഓരോ നിയമങ്ങളുടെയും ബേർഡൻ അല്ലെങ്കിൽ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന സാധാരണക്കാരുടെ വിഷമങ്ങളിൽ എന്തായിരുന്നു? ഇവർക്ക് വലുതായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടും ഇവർ ഈ വരുന്ന അഡ്വാൻസ്മെൻറ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടും എന്താണ്? ഇവർക്ക് വലിയ ജനകീയ പിന്തുണയില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണല്ലോ നമ്മൾ സാധാരണക്കാരെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബ്രിട്ടീഷ് അനുകൂലം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബ്രിട്ടീഷിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോട് താല്പര്യം ഉണ്ടായിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായിരുന്നു? ജനകീയ പിന്തുണ വളരെ കുറവായിരുന്നു. ഇനി നോക്കി, ഈ ഒരു സമയത്ത് 1906 എന്ത് നിലവിൽ വരുന്നു? 1906 ഡിസംബർ 30 എന്ത് വരുന്നത്? മുസ്ലിം ലീഗ് വരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട ദിവസം എന്നാണ്? 1906 ഡിസംബർ 30. ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന ശക്തിയാവാൻ ആർക്ക് സാധിച്ചു? പിന്നീട് മുസ്ലിം ലീഗിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ മിതവാദ നേതാക്കളൊന്നും സജീവ രാഷ്ട്രീയക്കാരല്ലായിരുന്നു. ഇവർക്ക് ജനകീയ പിന്തുണ വളരെ കുറവായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനം അല്ലെ ഒരു സംഘടനയാണ് ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. 1906 ഡിസംബർ 30 ഈ ഒരു മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു സുപ്രധാന ശക്തിയായി മാറാനായിട്ട് ഈ ഒരു സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിക്കേ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണ്ടാം ഘട്ടം ഏതാണ്? തീവ്ര ദേശീയവാദ രാഷ്ട്രീയത്തിൻ്റെയാണ്. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? അരവിന്ദ് ഘോഷ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. നമുക്കറിയാം ലാൽ ബാൽ പാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ടല്ലേ. തീവ്ര ദേശീയവാദി വക്താക്കൾ അല്ലെ തീവ്ര ദേശീയവാദികൾ എന്ന് നമ്മൾ പഠിക്കുന്ന ആരെയൊക്കെയാണ്? അതിൻ്റെ പ്രധാന നേതാക്കളാണ് അരവിന്ദ് ഘോഷ്, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ അല്ലെങ്കിൽ ഈ തീവ്ര ദേശീയവാദ പ്രസ്ഥാനങ്ങളും അത് വളരാനുണ്ടായ സാഹചര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. 1 ക്ഷാമം, 2 പ്ലേഗ്, 3 പകർച്ചവ്യാധികൾ, 4 വൈസ്രോയുടെ പ്രതിലോമകരമായ നിലപാടുകൾ, 5 പ്രതികൂല സാമ്പത്തിക സാഹചര്യങ്ങൾ. നോക്കിയേ, അടുത്തത് ഹിന്ദു മതത്തിൻ്റെ ഉണർവ്, സാമൂഹിക വിവേചനം, വിപ്ലവങ്ങളുടെയും അന്താരാഷ്ട്ര സംഭവങ്ങളുടെയും സ്വാധീനം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ ജനങ്ങളെ തിരിച്ചു നിർത്തിയ ഫാക്ടേഴ്സാണ്. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വായിച്ച ഇത്രയും, അതായത് തീവ്ര ദേശീയവാദികളോടൊപ്പം ആൾക്കാർ നിലകൊള്ളാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഒന്നുകൂടെ നോക്കിക്കേ. അതായത് ക്ഷാമം, പ്ലേഗ്, പകർച്ചവ്യാധികൾ, വൈസ്രോയിയുടെ പ്രതിലോമകരമായ നിലപാടുകൾ, പ്രതികൂല സാമ്പത്തിക സാഹചര്യം, അതേപോലെ തന്നെ ഹിന്ദുമതത്തിൻ്റെ ഉണർവ്, സാമൂഹിക വിവേചനം, വിപ്ലവങ്ങളുടെയും അന്താരാഷ്ട്ര സംഭവങ്ങളുടെയും സ്വാധീനം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരം. ഇത്രയുമാണ് തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും ആ നേതാക്കന്മാരുടെ വളർച്ചയ്ക്കും പ്രധാനമായിട്ട് ഇടയായ സാഹചര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ,
ഇവരുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്: സ്വരാജ്, സ്വദേശി, നിസ്സഹകരണ സമരം, ബഹിഷ്കരണം, ദേശീയ വിദ്യാഭ്യാസം തുടങ്ങിയവ ആരുടെ പ്രവർത്തന ഫലമാണ്? ഈ പറഞ്ഞ തീവ്ര ദേശീയവാദ നേതാക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ് അല്ലേ? സ്വരാജ്, സ്വദേശി, നിസ്സഹകരണ സമരം വരുന്നു, ബഹിഷ്കരണങ്ങൾ വരുന്നു, ദേശീയ വിദ്യാഭ്യാസം തുടങ്ങിയവ ഈ പറഞ്ഞ ഒരു തീവ്ര ദേശീയവാദ കാലഘട്ടത്തിൽ അല്ലെ ആ നേതാക്കളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. ഇനി നോക്കിക്കേ, തീവ്ര നിലപാടുകളുടെ സ്വാധീനത്തിന്റെ ഫലമായിരുന്നു 1911 ബംഗാൾ വിഭജനം റദ്ദാക്കൽ. ബംഗാൾ വിഭജനം റദ്ദാക്കൽ ഏത് വർഷം? 1911. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നോക്കിക്കേ, തീവ്രവാദ നിലപാടുകളുടെ സ്വാധീനത്തിൻ്റെ ഫലമായി 1911 ബംഗാൾ വിഭജനം റദ്ദാക്കൽ നടന്നു. അപ്പോൾ ഇതോടുകൂടി എന്തായി? ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് കരുത്ത് പകർന്ന ഒരു സംഭവമാണ് അല്ലേ? വളരെ ബംഗാളിനെ വിഭജിക്കാനുള്ള ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം അത് 1911 നമ്മുടെ അല്ലെങ്കിൽ ഈ തീവ്ര ദേശീയ നിലപാടുകളുടെ ഭാഗമായിട്ട് അത് പിൻവലിക്കുകയും ചെയ്തത് എന്തായി? ഇന്ത്യൻ ദേശീയതയ്ക്ക് കരുത്ത് പകർന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ നോക്കിക്കേ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ചമ്പാരൻ സത്യാഗ്രഹം നമുക്കറിയാം. 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യകാല സമരങ്ങളിൽ മിക്കതും കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. ഓക്കെ, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യകാല സമരങ്ങളിൽ മിക്കതും എന്താണ്? കർഷകരുടെയും അതേപോലെ തന്നെ തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 1916 ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഗാന്ധിജിയോട് വിശദീകരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് രാജ്കുമാർ ശുക്ലയാണ്. അപ്പം ഈ പറഞ്ഞ തൊഴിലാളികളുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ എത്തിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് രാജ്കുമാർ ശുക്ല എന്ന് ഓർത്തിരിക്കുക. രാജ്കുമാർ ശുക്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി നോക്കിക്കേ, ഇതിന് പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായമാണ് തിങ്കതീയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചമ്പാരൻ സത്യാഗ്രഹം പഠിക്കുമ്പോൾ അത് പഠിക്കാറുണ്ട്. എന്താണ് തിങ്കതീയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ? അതായത് നീലം കർഷകര് സ്വന്തം ഭൂമിയുടെ 23%, എത്രയാണ്? 23%. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാം. 23% ശതമാനമല്ല, 23% എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നീലം കൃഷി ചെയ്യണം എന്നുള്ള സമ്പ്രദായമായിരുന്നു തിങ്കതീയ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, നീലം കർഷകർ സ്വന്തം ഭൂമിയുടെ 23% ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യണമെന്ന് ബ്രിട്ടീഷ് നീലം തോട്ട ഉടമകൾ നിർബന്ധിച്ച സമ്പ്രദായത്തിനെയാണ് നമ്മൾ തിങ്കതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് 23% എന്നുള്ളതാണ്. അപ്പോൾ 23% നീലം കൃഷി ചെയ്യണം എന്നുള്ള ഈ സമ്പ്രദായമാണ് എന്ത് ചെയ്തത്? ഈ ഒരു പ്രശ്നത്തിന് ഹേതുവായത്. ഇനി നോക്കിയേ, ഇത് അതിശയോക്തിയല്ല, തികച്ചും സത്യം തന്നെ. കർഷകരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ, സത്യം, അഹിംസ എന്നിവയ്ക്ക് നേർക്കുനേർ നിൽക്കുകയായിരുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ഗാന്ധിജിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിത്. ഇത് അതിശയോക്തിയല്ല, തികച്ചും സത്യം തന്നെ. കർഷകരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ, സത്യം, അഹിംസ എന്നിവയ്ക്ക് നേർക്കുനേർ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലാണ് ഇങ്ങനൊരു പ്രസ്ഥാനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം, ഇതേത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണിതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ഈ ചമ്പാരനിലെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ നിയമിച്ച ലഫ്റ്റനന്റ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് എഡ്വേർഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്കുമാർ ശുക്ല ഇങ്ങനൊരു കാര്യം വന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും സംസാരിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഗാന്ധിജി ചമ്പാരനിലെത്തുകയും തുടർന്ന് അദ്ദേഹം പുറത്തു നിന്നുള്ള ഒരാളായതുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് പുറത്തു പോകണമെന്നും അതേപോലെ തന്നെ കോടതി കീഴടങ്ങി വാദം കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. തുടർന്ന് എന്ത് ചെയ്തു? ഈ ചമ്പാരനിലെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്മീഷനെ നിയമിച്ച അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് എഡ്വേർഡ് ഗേറ്റ്. എഡ്വേർഡ് ഗേറ്റ് ആണ് അന്നൊരു കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പോൾ ഈ കമ്മീഷനുകൾ ആരും അംഗമാകണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഗാന്ധിജിയെ ക്ഷണിച്ചു. ഈ ഒരു കമ്മീഷനിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും ഇതിന് നിജസ്ഥിതി അറിയാനും ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. അതിലേക്ക് ഗാന്ധിജിയെ ഇദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കി, നിബന്ധനകൾക്ക് വിധേയമായി ഗാന്ധിജി കമ്മീഷനിൽ ഒരംഗമാവുകയും സമരത്തിന് അനുകൂലമായ കാര്യങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയതോടെ അഗ്രേറിയൻ ബില്ല് പാസ്സാവുകയും ചെയ്തു.
പ്രാഥമിക വിദ്യാലയങ്ങൾ ശുചീകരണം, ആരോഗ്യ പരിചരണം, നിർമ്മാണാത്മക പ്രവർത്തനങ്ങളും ഗാന്ധിജി ഇതിനോടുകൂടി ആരംഭിച്ചു. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു? ഗാന്ധിജി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ക്ഷണം കിട്ടിയപ്പോൾ നിബന്ധനകൾക്ക് വിധേയമായിട്ട് അദ്ദേഹം ഈ ഒരു കമ്മീഷനിൽ അംഗമാകുകയും കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തു. അപ്പോൾ റിപ്പോർട്ട് വന്ന സമയത്ത് ഈ പറഞ്ഞ തൊഴിലാളികൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? അവരെ ഒരു അഗ്രേറിയൻ ബില്ല് പാസ്സാക്കി ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിനോടുകൂടി തന്നെ അദ്ദേഹം ഈ ഒരു പ്രശ്നങ്ങളുടെ കൂടെ പോകുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്തു? പ്രാഥമിക വിദ്യാലയങ്ങൾ ശുചീകരണം, ആരോഗ്യ പരിചരണം എന്നിവയ്ക്കുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു? ഗാന്ധിജി ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള നിർമ്മാണാത്മക പ്രവർത്തനങ്ങളും ഗാന്ധിജി ഇതോടൊപ്പം ചെയ്യുകയും ചെയ്തു. ഇനി നോക്കിക്കേ, അടുത്തത് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളി സമരമാണ്. അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഗാന്ധിജിക്ക് കത്തയച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അനസൂയ ബെഹനാണ്. അനസൂയ ബെഹൻ എന്നാണ് നമ്മുടെ SCRT കൊടുത്തിട്ടുള്ളത്. അനസൂയ ബെഹനാണ് അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗാന്ധിജിക്ക് കത്തയച്ചത്. അനസൂയ ബെഹൻ. അപ്പോൾ അനസൂയ ബെഹൻ അഹമ്മദാബാദ് മിൽ സമരവുമായിട്ടും രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നോക്കിയേ, അനസൂയ ബെഹൻ അഹമ്മദാബാദ്. അപ്പം നമ്മൾ അങ്ങനെ ഓർത്തിരിക്കുക. അനസൂയ ബെഹൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഹമ്മദാബാദുമായിട്ട്. രണ്ടും ആയിലാണ് തുടങ്ങുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, എന്താണ് പ്രധാന പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വേതനം വളരെ കുറവും തൊഴിൽ സമയം കൂടുതലുമായിരുന്നു. അപ്പം നമുക്കറിയാം പ്ലേഗ് ബോണസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ സത്യാഗ്രഹമാണ് ഇത് ഈ പറഞ്ഞ അഹമ്മദാബാദിലെ മിൽ തൊഴിലാളി സമരം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വേതനം വളരെ കുറവും തൊഴിൽ സമയം കൂടുതലുമായിരുന്നു. തർക്കങ്ങൾ മധ്യസ്ഥ തീരുമാനത്തിന് വിടണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന നിരസിച്ചതോടെ അദ്ദേഹം എന്ത് ചെയ്തു? സത്യാഗ്രഹം ആരംഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നോക്കിക്കേ, അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചത് അനസൂയ ബെഹനാണ്. അവരുടെ വേതനം വളരെ കുറവും തൊഴിൽ സമയം വളരെ കൂടുതലുമായിരുന്നു. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ മധ്യസ്ഥത വേണം, ഇടനില നിന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയുടെ ആവശ്യം അവർ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഗാന്ധിജി എന്ത് ചെയ്തു? സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പം ഈ ഒരു സത്യാഗ്രഹം ആരംഭിച്ചതോടുകൂടി ഗാന്ധിജി എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു വ്യവസ്ഥ അംഗീകരിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഗാന്ധിജി എന്ത് ചെയ്തു? സത്യാഗ്രഹം ആരംഭിച്ചു. പക്ഷെ ആരംഭിക്കുന്ന സമയത്ത് ഇദ്ദേഹം കുറച്ച് നിബന്ധനകൾ തൊഴിലാളികളുടെ മുമ്പിൽ വെച്ചിരുന്നു. അതായത് അക്രമം ഉണ്ടാക്കാൻ പാടില്ല. അതായത് ഈ ഒരു സമരത്തിനോട് യോജിക്കാതെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാത്ത ആൾക്കാരെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. ഒരിക്കലും ആയുധം ഉപയോഗിക്കരുത്. വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴികളിലൂടെ ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. ഈ 4 കണ്ടീഷൻ എന്ത് ചെയ്തു? ഈ ഒരു സമര ആഹ്വാനം അല്ലെങ്കിൽ ഈ ഒരു സത്യാഗ്രഹ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് ഈ 4 കണ്ടീഷൻ ഗാന്ധിജി എന്ത് ചെയ്തു? തൊഴിലാളികൾക്ക് മുന്നിൽ വെച്ചു. എന്തൊക്കെയാണ്? അക്രമം ഉണ്ടാക്കരുത്, അതേപോലെ തന്നെ കരിങ്കാലികളെ ഉപദ്രവിക്കരുത്, ഒരിക്കലും ആയുധം ഉപയോഗിക്കരുത്, വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം എന്ന 4 കണ്ടീഷനാണ് ഗാന്ധിജി എന്ത് ചെയ്ത് ഈ സമരം വിജയകരമാക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് നൽകിയ വ്യവസ്ഥകളെന്ന് പറയുന്നത്. ഇനി നോക്കി, ആവശ്യങ്ങൾ മില്ലുടമകൾ അംഗീകരിക്കുന്നത് വരെ അവർ ജോലി ചെയ്തില്ല. ഈ സമരത്തിൽ വെച്ചാണ് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലിനെയും അതേപോലെ തന്നെ ശങ്കർലാൽ ബംഗറുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പം ഈ ഒരു സമരത്തിനിടെ അഹമ്മദാബാദ് മിൽ സമരത്തിനിടയിലാണ് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലും അതേപോലെ തന്നെ ശങ്കർലാൽ ബംഗറുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാകുന്നത്. ഈ സമര നേതാക്കളും തൊഴിലാളികളും വ്യവസ്ഥകൾ അംഗീകരിക്കുകയും പൊതുയോഗത്തിൽ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. അപ്പം സത്യാഗ്രഹം ആരംഭിച്ചതിന് ശേഷം അവർക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്തു? സമര നേതാക്കളും തൊഴിലാളികളും വ്യവസ്ഥകൾ അംഗീകരിക്കുകയും പൊതുയോഗത്തിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇനി നോക്കിയേ, ഗാന്ധിജിക്ക് സമരം എപ്പോഴെങ്കിലും അക്രമാസക്തമാകുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതായത് ഒരു സമയം വരെ ആൾക്കാരെ ഈ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ പാലിക്കുമെങ്കിലും ഒരു സമയത്തിനപ്പുറം ഈ ഒരു സമരം അക്രമാസക്തമാകും എന്നുള്ളത് കൊണ്ട് ആ ഒരു ആശങ്ക വന്നപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? അദ്ദേഹം ഉപവാസം ആരംഭിച്ചു. അപ്പം നമ്മുടെ ഗാന്ധിജി ഈ ഒരു സമരം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമരം ആരംഭിച്ചപ്പോൾ കുറേ കാലം വരെയൊക്കെ ആൾക്കാർ ഇതുമായിട്ട് കൂടെ നിന്നെങ്കിലും ഒരു പോയിന്റിനപ്പുറത്ത് ആൾക്കാർ ഈ പറയുന്ന പോലെ ആയുധം എടുക്കുമെന്നും പരസ്പരം ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ ആക്രമിക്കുകയും ചെയ്യും എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഗാന്ധിജി എന്ത് ചെയ്ത് ഉപവാസം ആരംഭിച്ചത്. ഉപവാസത്തിലൂടെ ജനസമ്മതിയും ആത്മവിശ്വാസവും വളർത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും തുടർന്ന് മില്ലുടമകൾ എന്ത് ചെയ്തു? ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. അനസൂയ ബെഹന്റെ വീട്ടിൽ വെച്ച് സന്ധി സംഭാഷണം നടക്കുകയും അതേപോലെ തന്നെ അവസാനം ആർബിട്രറെ നിയമിക്കുകയും ഗാന്ധിജിയുടെ 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം സമരം പിൻവലിക്കുകയും ചെയ്തു. അപ്പം മൊത്തത്തിൽ എത്ര ദിവസം ഈ സമരം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
21 ദിവസത്തിന് ശേഷമാണ് ഈ സമരം അവസാനിക്കുന്നത്. അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരം എത്ര ദിവസമായിരുന്നു? 21 ദിവസത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? സമരം അവസാനിക്കുന്നത്. അപ്പം അനസൂയ ബഹൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഈ ഒരു സൗഹൃദ അല്ലെങ്കിൽ ഈ ഒരു സന്ധ്യ സംഭാഷണത്തെ തുടർന്ന് എന്ത് ചെയ്തു? ആർബിട്രറെ നിയമിക്കുകയും ഗാന്ധിജിയുടെ 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം 3 ദിവസം ഉപവാസവും 21 ദിവസം സമരവുമായിരുന്നു ഏത്? നമ്മുടെ അഹമ്മദാബാദിലെ മിൽ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർഷം 1918. അടുത്ത നോക്കി, ഖേദാൻ സത്യാഗ്രഹം. അപ്പോൾ നോക്കി, ഗുജറാത്തിലെ ഖേദാൻ ജില്ലയിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു. ഇത് ദാരിദ്ര്യം വർദ്ധിക്കുന്നതിന് കാരണമായി. ഈ കാലയളവിലെ നികുതി നിർണയം ഒഴിവാക്കാൻ ജനങ്ങൾ ആഗ്രഹിച്ചു. അതായത് അവർക്ക് ആകെയുള്ള വരുമാനം കൃഷിയാണ്. അപ്പോൾ ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം ദാരിദ്ര്യം ബാധിച്ചു. വ്യാപകമായ കൃഷിനാശം സംഭവിച്ചതുകൊണ്ട് തന്നെ നികുതിയിൽ ഇളവുണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. നിലവിലുള്ള നിയമപ്രകാരം ഉൽപാദനം 4 അണയ്ക്ക് തുല്യമോ അതിൽ താഴെയോ ആയാൽ ആ വർഷത്തെ നികുതി വിലയിരുത്തലിൽ നിന്നും അത്തരം കർഷകരെ ഒഴിവാക്കണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആകെയുള്ള ഉൽപാദനം 4 അണയ്ക്ക് തുല്യമോ അതിൽ താഴെയോ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കർഷകരെ എന്ത് ചെയ്യണം? ആ വർഷത്തെ നികുതി വിലയിരുത്തലിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു. പക്ഷേ എന്നിരുന്നാലും ഈ ക്ഷാമം വിലയിരുത്താനെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തി നൽകിയതോടുകൂടി എന്ത് ചെയ്തു? പല കർഷകർക്കും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോവുകയും പൊതുജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം ഭരണകൂടം നിരാകരിക്കുകയും ചെയ്തു. അപ്പം ഇത് ഈ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ്, എത്രയൊക്കെയാണ് കൃഷിയിലെ ലാഭം ഉണ്ടായത്, അല്ല എത്ര നഷ്ടം ഉണ്ടായി എന്നൊക്കെയുള്ള കണക്കെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ തെറ്റായ സ്ഥിതിവിവര കണക്കുകൾ കൊടുക്കുകയും അർഹമായ പലർക്കും എന്ത് ചെയ്തു? ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു? നിഷേധിക്കപ്പെടുകയും അതേപോലെ തന്നെ പൊതുജനങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഈ ഒരു ആവശ്യം ഭരണകൂടം നിരാകരിക്കുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി അനുയായികളും എന്ത് ചെയ്തു? നികുതി പിരിവ് നിർത്താനും ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനും ആവശ്യപ്പെട്ടു. നികുതി പിരിവ് നിർത്തണമെന്നും അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ പിൻവലിക്കണമെന്നും ഗാന്ധിജിയും അനുയായികളും ആവശ്യപ്പെട്ടെങ്കിലും ഇത് നടന്നില്ല. അപ്പോൾ ഇത് നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു. അപ്പം ഗാന്ധിജി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തതിന് ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കർഷകരെ അടിച്ചമർത്തുന്ന നയം സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഗാന്ധിജി ഈ പറഞ്ഞ പോലെ നികുതി പിരിവാരെ പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാഞ്ഞിട്ട് സത്യാഗ്രഹം ആരംഭിച്ചു. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തു? കർഷകരെ അടിച്ചമർത്തുന്ന ഒരു നയം സ്വീകരിച്ചു. ഗവൺമെൻറ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിൽ ഉള്ളി വിളവെടുക്കാനായിട്ട് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് അധാർമികമായി കൈവശപ്പെടുത്തിയ ശരിക്കും അവരുടേതല്ലാത്ത ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഉള്ളിയെ എന്ത് ചെയ്യണം? വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി എന്ത് ചെയ്തു? ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പം ഇതോടുകൂടി എന്തായി? നിയമം നിഷേധിക്കപ്പെട്ടു. അപ്പം നിയമം നിഷേധിച്ചത് മൂലം ജനങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് പിഴയടക്കേണ്ടതും അതേപോലെ തന്നെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ അവരുടെ ബ്രിട്ടീഷിൻ്റെ അധാർമികമായിട്ടാണെങ്കിലും ബ്രിട്ടീഷിൻ്റെ കൈവശം ഇരിക്കുന്ന സ്ഥലത്തെ ഉള്ളിയുടെ വിളവെടുത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? ജനങ്ങൾക്ക് പിഴയടക്കേണ്ടി വരികയും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്തു. ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായിരുന്ന മോഹൻലാൽ പാണ്ഡ്യ, ഈ പേര് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്നും ഉള്ളി നീക്കം ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ ഇതേ തുടർന്ന് മോഹൻലാൽ പാണ്ഡ്യയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഈ സംഭവത്തിന് ശേഷം മോഹൻലാൽ പാണ്ഡ്യയാണ് ഉള്ളിക്കള്ളൻ അഥവാ ഡഗ്ലി ചോർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുന്ന ആരാണ്? മോഹൻലാൽ പാണ്ഡ്യയാണ്. അപ്പോൾ എന്താണ്? ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം ഉള്ളി വിളവെടുത്ത് നീക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മോഹൻലാൽ പാണ്ഡ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഈ ഒരു കാര്യത്തോടു കൂടി ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണെന്ത്? ഉള്ളിക്കള്ളൻ അല്ലെങ്കിൽ ഡഗ്ലി ചോർ എന്നറിയപ്പെടുന്ന ആരാണ്? മോഹൻലാൽ പാണ്ഡ്യയാണെന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹം ഏത് സമരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ഖേദ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നോക്കി, കുറച്ച് നാളുകൾക്ക് ശേഷം ജനങ്ങൾ നിരാശരായി കാണപ്പെട്ടതോടെ ഉചിതമായ മാർഗത്തിലൂടെ സമരം ഒത്തുതീർപ്പാക്കാൻ ഗാന്ധിജി ആഗ്രഹിച്ചു. അപ്പം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടായി പോകുന്നതല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല. മാത്രമല്ല കൃഷിയിൽ ഉണ്ടായ നാശനഷ്ടം മൂലം ദാരിദ്ര്യം അനുഭവിക്കുകയും ആൾക്കാർ എന്ത് ചെയ്തു? കുറേ കാലം കൂടിയിട്ട് ഈ പ്രശ്നത്തിനൊന്നും പരിഹാരമാകാത്തത് കൊണ്ട് തന്നെ നിരാശരായി കാണപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇത് ഉചിതമായ ഒരു മാർഗത്തിലൂടെ ഇത് അവസാനിപ്പിക്കണം എന്ന് ആരാഗ്രഹിച്ചു? ഗാന്ധിജി ആഗ്രഹിച്ചു. അതായത് ഒരു കണ്ടീഷൻ വെച്ചു അവർ.
സമൂഹത്തിലെ സമ്പന്നർ അവരുടെ നികുതി കുടിശ്ശിക അടച്ചു തീർത്താൽ പാവപ്പെട്ടവരുടെ കടം എഴുതി തള്ളാമെന്ന് ആര് ഉറപ്പ് നൽകി? ഭരണകൂടം ഉറപ്പ് നൽകി. അപ്പം സമൂഹത്തിലെ സമ്പന്നർ അവരുടെ നികുതി കുടിശ്ശിക അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പാവങ്ങളുടെ കടം എഴുതി തള്ളാമെന്ന് ഒരു വ്യവസ്ഥ ഭരണകൂടം ഉറപ്പ് നൽകുകയും രേഖാമൂലം ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് എന്ത് ചെയ്യും? സത്യാഗ്രഹ സമരം പിൻവലിക്കുകയും ചെയ്തു. ഇനി നോക്കിക്കേ, ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖേദ സത്യാഗ്രഹം വൻ വിജയമായിരുന്നെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നില്ല. യാതൊരുവിധ പ്രശ്നപരിഹാരവും സത്യാഗ്രഹ സമരത്തിലൂടെ നേടാനായിട്ടില്ലെന്ന് അധികാരികൾ വിലയിരുത്തി. നികുതി ഒഴിവാക്കിയെങ്കിലും ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിച്ചത്. വിദ്യാസമ്പന്നരായ പൊതുപ്രവർത്തകരെ സത്യാഗ്രഹ സമരത്തിലേക്ക് ആകർഷിക്കാൻ ഖേദ സത്യാഗ്രഹത്തിലൂടെ ഗാന്ധിജിക്ക് സാധിച്ചു. അപ്പോൾ പ്രധാനമായിട്ടും നോക്കുകയാണ്, ഇതൊരു വൻ വിജയമായ സത്യാഗ്രഹമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. യാതൊരുവിധ പ്രശ്നപരിഹാരവും സത്യാഗ്രഹ മാർഗങ്ങളിലൂടെ അല്ലെ സമരത്തിലൂടെ നേടാനായിട്ടില്ല. അതേപോലെ തന്നെ നികുതി ഒഴിവാക്കിയെങ്കിലും ചുരുക്കം ചിലർക്ക് മാത്രമാണ്, ഇതിനൊപ്പം നിന്ന് എല്ലാവർക്കും അതിൻ്റെ ഒരു ഉപയോഗം ലഭിച്ചില്ല. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭ്യമായത്. പക്ഷേ അതിനുണ്ടായ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള പൊതുപ്രവർത്തകരെ സത്യാഗ്രഹ സമരത്തിലേക്ക് ആകർഷിക്കാൻ ഈ ഒരു സമരം ഒരുപാട് ഉപകാരപ്പെട്ടു. ഇനി നോക്കിക്കേ, കർഷകരുടെ ജീവിതമായി താതാത്മ്യം പ്രാപിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. ഖേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായി ഉയർന്നു വന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഖേദ സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലേക്ക് ഉയർന്ന നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അങ്ങനെ ചമ്പാരൻ, അഹമ്മദാബാദ് ഖേദ സത്യാഗ്രഹങ്ങളിലൂടെ ഗാന്ധിജി കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ഇടപെട്ടുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്തു. അനീതിക്കെതിരായി പ്രയോഗിക്കാവുന്ന ശക്തിമത്തായ സമരായുധമായിട്ട് സത്യാഗ്രഹം എന്ത് ചെയ്തു? സാർവത്രികമായിട്ട് എല്ലായിടത്തും ജനകീയമായ ഒരു പ്രശസ്തി നേടുകയും ചെയ്തു. അപ്പോൾ നോക്കിക്കേ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ +1 ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഈ പോയിന്റ്സ് മാത്രം പറഞ്ഞത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റാങ്ക് ഫെയിലിൽ നിന്നും അല്ലാതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ ഒരു ക്ലാസ് കൂടി കണ്ട് ഈ ഒരു നോട്ട്സും കൂടി വായിച്ച് പഠിച്ചു പോവുക. എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക്